അളിയൻ നല്ല പടപട പടയ്ക്കുന്ന മീനുമായിട്ട് എത്തിയിട്ടുണ്ട്. ഞാനേ സംഭവം ഞാനേ ഇത് നോക്കടി, ഒരു 10 തൂളിക്കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. ഈ കുട്ടന്മാരെ അങ്ങോട്ട് വെച്ച് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത്. ഇത് എവിടെ പറ്റിച്ചളിയാ? നമുക്ക് കിട്ടിയതാ അടിപൊളി തൂളിക്കുട്ടന്മാരെ കിട്ടി. എന്തെടുത്ത് ചൂണ്ടയ്ക്ക് പിടിച്ചതാ? ചൂണ്ടയ്ക്ക് പിടിച്ചത്. ഇതൊന്ന് ഫ്രൈ ആക്കി സെറ്റപ്പ് ആക്കി ഇങ്ങ് തരൂ. നല്ല പടപട പടയ്ക്കുന്ന മീനുമായിട്ട് എത്തിയിട്ടുണ്ട്. ബിന്ദുവേ, ബിന്ദുവാടി നോക്കടി തൂളിക്കുട്ടന്മാരെ. അളിയന്റെ ഇന്നിവനെ ഫ്രൈ ആക്കുക. ഉണ്ടോ? ഇത് നമുക്ക് കുമ്പഴേന്ന് കിട്ടിയ ആറ്റിന്ന്. അയ്യോടാ, ആറ്റുമീനെ കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ, സാധനം ഉണ്ടോ നോക്കട്ടെ. ഇവനെ ഫ്രൈ ചെയ്യുക. ചേട്ടൻ മീൻ വെട്ടത് ഏറ്റെടുത്തിട്ടുണ്ട്, ഞാനും കൊടുത്തിരുന്നു. അളിയനും കൂടെ ഭയങ്കര മീൻ വെട്ടല. ഇന്ന് ഞങ്ങൾക്ക് എന്തായാലും ഫ്രീയ. ആറ്റുമീനായതുകൊണ്ട് അടിപൊളി. ചെറുമതി തെറിക്കും. ഫ്രഷ് അടുത്തേ മകളി ഇച്ചിരി വെള്ളം അങ്ങോട്ട് തളിച്ച് മയമാക്കുക. അവനോട് പറയണം ഇത് ക്ലീൻ. അപ്പോൾ മച്ചന്മാരെ, നമുക്ക് ഇന്നത്തെ പരിപാടി അടിപൊളിയാക്കാം. കാരണം സാധാരണയായി നമ്മുടെ നാട്ടിൽ അങ്ങനെ ഈ ആറ്റുമീനൊക്കെ യാദൃശ്യമായിട്ടാണ് കിട്ടുന്നത്. എന്തായാലും എല്ലാം സെറ്റപ്പാക്കി അരിഞ്ഞ് റെഡിയാക്കി അങ്ങനെ കാശ്മീരി പീരിയൻ മുളകും കുരുമുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ബിന്ദുസ് നല്ല അടിപൊളി മസാലക്കൂട്ടുണ്ടാക്കി വെളിച്ചെണ്ണയിൽ അങ്ങനെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിവിടെ മീൻ പിടിക്കണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ എല്ലാ ജോലികളും എല്ലാം കഴിഞ്ഞ് നമുക്ക് ഈ മീൻ പിടിക്കാനായിട്ട് പോകണം. പക്ഷെ അതൊന്നും നമ്മളെ കൊണ്ട് നടക്കത്തില്ല. അപ്പോൾ പിന്നെ അളിയൻ കൊണ്ടുവന്ന ഈ മീൻ എന്തായാലും നമുക്ക് സംഭവം സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. സൂപ്പറായില്ലേ? ഓക്കെ, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഇതുവരെ തിന്നിട്ടില്ലാണ് ബിന്ദുസ് പറയുന്നത്. എന്തായാലും ഫ്രഷ് മീൻ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അളിയനാണെങ്കിൽ തകർത്ത് കളഞ്ഞു. ഓക്കെയാണ്.